ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പി നമ്മൾ വീട്ടിലിപ്പോൾ റവയൊക്കെ ഉണ്ടെങ്കിൽ ഇതാ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തോളൂ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചായ തിളക്കുന്ന സമയം കൊണ്ട് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ല മധുരമുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഇതാ പാത്രം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് തേങ്ങ ഉണ്ട്. കപ്പിൻ്റെ അളവ് നോക്കുവാണെങ്കിൽ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ചെറിയ തീയിൽ തന്നെ വെച്ച് കൊടുക്കണേ. തീ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഫുള്ളായിട്ട് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ തേങ്ങ എടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിൽ തന്നെ അതേ അളവിൽ തന്നെ നമുക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി തീയൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഉപ്പും മധുരമൊക്കെ ഒന്ന് നമുക്ക് നോക്കി കൊടുക്കാം. നല്ല മധുരം ഉണ്ടായിരിക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉപ്പും മധുരമൊക്കെ നമുക്കൊന്ന് നോക്കി കൊടുക്കാം. പാകത്തിനാണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിതാ റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതായാലും വറുക്കാത്തതായാലും എന്തായാലും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മളിത് മിക്സാക്കി എടുക്കണം. ചെറിയ തീയിൽ തന്നെ വെച്ച് കൊടുക്കണം. ഈ ഒരു സമയത്ത് ഇതൊന്ന് വെന്ത് കിട്ടാനുള്ളതാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ പാകത്തിനായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമുക്ക് പെട്ടെന്നൊരു സ്നാക്കൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തീയൊന്ന് ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അത് വലിപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഉരുട്ടിയെടുത്താൽ മതി. ഞാനിതാ ചെറിയതായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിൽ റവയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും.